മഴ കനത്ത് പെയ്യുന്ന ഒരു രാത്രി ബഹുമാനപ്പെട്ട മമ്പുറന്നങ്ങൾ പുറത്തിറങ്ങി കൊടിഞ്ഞിപ്പള്ളി ലക്ഷ്യമാക്കിയാണ് മഹാനവറുകൾ നീങ്ങിയത്. കൂടെ മറ്റാരുമില്ല. കുറച്ചപ്പുറത്തേക്ക് എത്തിയപ്പോൾ തൻ്റെ വീടിൻ്റെ കിളിവാതിലിലൂടെ ഒരാൾ മഹാനായ മമ്പുറന്നങ്ങളെ കണ്ടു. അയാളതാ മെല്ലെ പുറത്തിറങ്ങി മഹാനായ മമ്പുറന്നങ്ങളെ പിന്തുടർന്നു. അങ്ങനെ പുഴവക്കത്തെത്തിയപ്പോൾ മഹാനായ മമ്പുറന്നങ്ങളൊന്ന് തിരിഞ്ഞു നോക്കി. പിന്തുടരുന്ന ആളെ കണ്ടപ്പോൾ മഹാനായ മമ്പുറന്നങ്ങൾ ചോദിച്ചു, "നീ ആരാണ്?" മഹാനായ മമ്പുറന്നങ്ങളോട് അയാളെ പരിചയപ്പെടുത്തി. മഹാനായ മമ്പുറന്നങ്ങൾ പറഞ്ഞു, "ശരി, നീ അപ്പുറത്തെങ്ങാനും പാലമുണ്ടോ എന്ന് നോക്കിയിട്ട് വാ." അയാൾ നോക്കിയിട്ട് പറഞ്ഞു, "പുഴ മുറിച്ച് കിടക്കാൻ പാലമൊന്നും കാണുന്നില്ല" എന്ന്. "ഇല്ലെങ്കിൽ വേണ്ട" എന്ന് മമ്പുറന്നങ്ങൾ പറഞ്ഞു. മമ്പുറന്നങ്ങളുടെ കാലിലെ ചെരുപ്പ് ഊരിയിട്ട് അയാളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, "മഹാനവറുകൾ, ഇനി നീ എന്നെ പിന്തുടർന്നോളൂ." അത്ഭുതം! മഹാനായ മമ്പുറന്നങ്ങൾ വെള്ളത്തിലേക്ക് കാൽ വെച്ചു. അതിൻ്റെ മുകളിലൂടെ അനായാസം നടന്നു. അയാളും ബഹുമാനപ്പെട്ട സയ്യിദ് അലവി മമ്പുറന്നങ്ങളെ പിന്തുടർന്നു. ഒരു കുഴപ്പവുമില്ല, താഴാതെ നടക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവർ അക്കരയ്ക്ക് കിടന്നു. ബഹുമാനപ്പെട്ട മമ്പുറന്നങ്ങൾ ഇടത്തേക്കൊന്ന് തുപ്പി. അങ്ങനെ മഹാനവറുകൾ ചെരുപ്പ് വാങ്ങി ധരിച്ചു പള്ളി ലക്ഷ്യമാക്കി നടന്നു. പള്ളിയിലെത്തി മഹാനവറുകൾ കൂടെയുള്ള ആളെ മുറ്റത്ത് നിർത്തിയ മഹാനവറുകൾ മാത്രം അകത്തേക്ക് കയറി. അകത്തു നിന്ന് അയാൾ ചില സംസാരങ്ങളൊക്കെ കേട്ടു. പക്ഷേ ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള എന്തൊക്കെയോ ആയിരുന്നു അത്. എന്തായാലും 1-2 മണിക്കൂർ കഴിഞ്ഞു. മഹാനായ മമ്പുറന്നങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നു. അയാൾക്കൊപ്പം തിരികെ യാത്ര പോന്നു. തിരിച്ചും അയാളും തങ്ങളും കടന്നത് പാലമില്ലാതെ തന്നെയായിരുന്നു. തീർത്തും നഗ്നപാതരായി ജലോപരിതലത്തിൽ കൂടി. അങ്ങനെ ഒപ്പം ഉള്ളവൻ്റെ വീട് വക്കത്തെത്തിയപ്പോഴും മഹാനായ മമ്പുറന്നങ്ങൾ പറഞ്ഞു, "ഇനി നീ പൊക്കോ, വീട്ടിലേക്ക് പോയിക്കോ." അയാളപ്പോഴും മമ്പുറന്നങ്ങളെ പിന്തുടരാൻ തന്നെ തീരുമാനിച്ചു. അടുത്ത പുഴ തങ്ങൾ കിടക്കുന്നത് കാണാനായിരുന്നു അത്. "ശരി, നീ പോന്നോ, കണ്ടതാരോടും പറയരുത്" എന്ന് മഹാനവറുകൾ പറഞ്ഞു. വാക്ക് വാങ്ങി മഹാനവറുകൾ അയാളെ ഒപ്പം കൂട്ടി. അങ്ങനെ അയാൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഭാര്യ തുടങ്ങി അയാളെ അന്വേഷണം. "അർദ്ധരാത്രി എവിടെയായിരുന്നു നിങ്ങൾ പോയതെന്ന്?" അവളൊരു സംശയ രോഗി കൂടിയായിരുന്നു. ഭർത്താവ് തന്നെ വഞ്ചിക്കുകയാണെന്ന് അവൾ കരുതി. പക്ഷേ അയാൾ ഒന്നും മിണ്ടിയില്ല. മിണ്ടിയാൽ പലതും പറയേണ്ടി വരും. ഭാര്യ ഇടപെടുന്നു. പിന്നീട് അവർ മിണ്ടാത്തതിനെക്കുറിച്ചായി അവരുടെ മിണ്ടാട്ടം. അവർ കണ്ടവരോടൊക്കെ ഭർത്താവിൻ്റെ മിണ്ടാട്ടത്തെക്കുറിച്ച് അവർ വാചാലയായി. അയൽവാസികളും ബന്ധുക്കളുമെല്ലാം അയാളുടെ മിണ്ടാട്ടത്തെക്കുറിച്ച് കുത്തി ചോദിച്ചു. ഒടുവിൽ അയാൾ ഗതിമുട്ടി. പറയാതെ പറ്റില്ലെന്നായപ്പോൾ ആ രഹസ്യം അദ്ദേഹം തുറന്നു പറഞ്ഞു. അയാൾ പറഞ്ഞതും അയാൾക്ക് പിന്നീട് ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. പറയാൻ നിർബന്ധിച്ചതിൽ അവർ പരസ്പരം പഴിചാരാൻ തുടങ്ങി. ഒടുവിലവർ മഹാനായ മമ്പുറന്നങ്ങളുടെ അരികിലേക്ക് എത്തിക്കാൻ തന്നെ തീരുമാനിച്ചു. മഹാനായ മമ്പുറന്നങ്ങൾ അയാളെ പേരെടുത്ത് വിളിച്ചു. അയാൾ വാ തുറന്ന് വിളി കേട്ടു. ആ ഒരൊറ്റ വാക്കിലൊതുങ്ങി അയാളുടെ പ്രതികരണം. പിന്നെ മരണം വരെ ഒന്നും സംസാരിച്ചില്ല. 5 കൊല്ലമാണ് പിന്നീട് സംഭവത്തിന് ശേഷം അയാൾ ജീവിച്ചത്. ഒന്നും മിണ്ടാതെയും സംസാരിക്കാതെയും. അതുപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അയാൾ എഴുതി പ്രതിഫലിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. മഹത്തുക്കൾ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലത്തെ ഓരോ ദുരന്തങ്ങൾ നമുക്കും വന്ന് ഫലിക്കാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു മഹാന്മാരുടെ കൂടെ നമ്മളെ സ്വർഗത്തിലാക്കുമാറാവട്ടെ.